പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയത്തിൽ ഡിപ്ലോമ. അഭിനയത്തിൻ്റെ സകല സകല വശങ്ങളും പഠിച്ച വ്യക്തി. മണി കൗളിൻ്റെ വിഖ്യാത ചലച്ചിത്രകാരൻ മണി കൗളിൻ്റെ ദുവിധിയിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം. ബോളിവുഡ് ചിത്രമായ ദുവിധിയിൽ അരങ്ങേറിയ ആ മഹാപ്രതിഭയുടെ പേര് രവി മേനോൻ. നായകനായിരുന്നു ദുവിധിയിൽ അദ്ദേഹം. പിന്നീട് അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് സജീവമായി നിലകൊണ്ടു. മണി കൗൾ ദുവിധ എന്ന ബോളിവുഡ് ചിത്രത്തിൽ രവി മേനോനെ നായകനാക്കിയപ്പോൾ അദ്ദേഹം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ആ ചിത്രത്തോടൊപ്പം തന്നെ രവി മേനോൻ എന്ന നടനും വളരെ ശ്രദ്ധിക്കപ്പെട്ടു. സപ്നോ കി റാണി, ജംഗൽ മേ മംഗൽ, ദോ കിനാരെ, വ്യാപർ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ദുവിധിയിലെ അഭിനയത്തിന് രാഷ്ട്രപതിയുടെ പ്രത്യേക അഭിനന്ദനവും രവി മേനോന് ലഭിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കരിയറിനോടൊത്ത് ഉയരാൻ അല്ലെങ്കിൽ കരിയറിൽ ഉയർന്നു പോകാൻ പാവപ്പെട്ട രവി മേനോന് ആയില്ല. MT വാസുദേവൻ നായർ രചനയും സംവിധാനവും നിർവഹിച്ച നിർമാല്യത്തിലൂടെ മലയാളത്തിലേക്ക് അരങ്ങേറി. നിർമാല്യത്തിലെ ശാന്തിക്കാരനായ ഉണ്ണി നമ്പൂതിരി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു രവിമേനോൻ. രവിമേനോനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു പാട്ടാണ്. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടി എന്ന പാട്ട്. ആ പാട്ട് എഴുതിയത് MD രാജേന്ദ്രനാണ്. അദ്ദേഹം നിർമാല്യത്തിന് ശേഷം അഭിനയിച്ച ശ്രദ്ധേയമായ ചിത്രം വെളിച്ചം അകലെയാണ്. നിറമാല, തോമസ് ലീഹ, ബോയ് ഫ്രണ്ട്, ഉദയം കിഴക്ക് തന്നെ, ഉല്ലാസയാത്ര, ചോറ്റാനിക്കര അമ്മ, നിറപറയും നിലവിളക്കും, അശ്വത്ഥാഭാവ്, ഏകാഗിരി, ഭ്രഷ്ട്, സത്രത്തിലൊരു രാത്രി, തണൽ തുടങ്ങി കുറേയേറെ ചിത്രങ്ങൾ. ശാലിനിയുടെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ റൊമാൻറ്റിക് നായകന്റെ വേഷം രവിമേനോൻ അനശ്വരമാക്കി മാറ്റി. മലയാള സിനിമയിൽ ആധുനികത കടന്നു വന്നപ്പോൾ, ആധുനിക താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കടന്നു വന്നപ്പോൾ പാവപ്പെട്ട രവി മേനോന് അവസരങ്ങൾ കുറഞ്ഞു. രവി മേനോൻ 100-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ വരുന്ന തലമുറ, അദ്ദേഹത്തിന് ശേഷം വന്ന തലമുറ അദ്ദേഹത്തെ പ്രമോട്ട് ചെയ്തില്ല എന്നുള്ളത് വല്ലാത്തൊരു ദുരന്തമായി പോയി. അദ്ദേഹം പിന്നീട് എന്താ പറയുക, സീരിയലുകളിലൊക്കെ അഭിനയിച്ച് ഉപജീവനം നേടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. സീരിയലുകളിലും മറ്റ് ടെലിഫിലിമുകളിലും ഒക്കെ അഭിനയിക്കേണ്ട ഒരവസ്ഥ. വെള്ളിത്തിരയിൽ ഒരു കാലത്ത് മിന്നും താരമായിരുന്നു രവി മേനോൻ. പിന്നീട് അദ്ദേഹം ഒന്നുമല്ലാതായി മാറി. അഭിനയത്തിനു വേണ്ടി ജീവിതം ഹോമിച്ച വ്യക്തിയായിരുന്നു രവി മേനോൻ. അദ്ദേഹം അവിവാഹിതനായിരുന്നു. ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനൊന്നും അദ്ദേഹത്തിന് അക്കാലത്ത് കഴിയില്ലായിരുന്നു. അഭിനയമാണ് തൻ്റെ ജീവിതം എന്ന് തെളിയിച്ച രവി മേനോൻ 2007 നവംബർ 24 വിടവാങ്ങി. പത്രങ്ങളൊന്നും വലിയ കോളങ്ങളൊന്നും നിരത്തിയില്ല അദ്ദേഹത്തിന്. പത്രങ്ങളൊന്നും അദ്ദേഹത്തെ പറ്റി വാഴ്ത്തുപാട്ടുകൾ പാടിയില്ല. ക്യാൻസർ രോഗിതനായിരുന്നു അദ്ദേഹം. ഓറൽ ക്യാൻസർ ആയിരുന്നു, വായിൽ വരുന്ന ആ ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട ഒരു നടൻ. ആ നടൻ ഒന്നുമല്ലാതായി പോകുമ്പോൾ ആ നടനെ ഓർമ്മിക്കേണ്ട ഒരു കടമ, ഒരു കർത്തവ്യം ഞങ്ങൾക്കുണ്ട്.